Hi friends, 2017 Jee Advanced Paper 1-ൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യന്റെ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ കറക്റ്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഓരോ ഓപ്ഷനും എടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. ആദ്യമേ ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. A block M hangs vertically at the bottom end of a uniform rope of constant mass per unit length. The top end of the rope is attached to a fixed rigid support at O. A transverse wave pulse of wavelength lambda 0 is produced at the point O on the rope. The pulse takes the time t or a to reach the point A. If the wave pulse of wavelength lambda 0 is produced at the point A without disturbing the position of M, it takes a time t-a-o to reach the point O. Which of the following are correct? ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് വേവ് പൾസ് ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന് അതിൻ്റെ ടോപ്പിലും സി ജസ്റ്റ് ലൈക്ക് ദാറ്റ്, രണ്ടാമത്തെ വേവ് പൾസ് അതിൻ്റെ ബോട്ടത്തിലുമാണ്. ഇനിയും ഈ രണ്ട് വേവ് പൾസും ഒരേ സമയമാണോ മുകളിലെത്താനും താഴെ എത്താനും എടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ടി ഒ എക്ക് ഈക്വൽ ആണോ എന്ന് കണ്ടുപിടിക്കണം. വെലോസിറ്റി, രണ്ട് വേവ് പൾസിന്റെ വെലോസിറ്റി മിഡ് പോയിന്റിൽ എത്തുമ്പോൾ സെയിം ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. വേവ് ലെങ്ത് ഓഫ് ദ പൾസ്, മുകളിൽ നിന്ന് വരുന്ന പൾസിന്റെ വേവ് ലെങ്ത് കൂടുന്ന പറയുന്നത്, താഴെ എത്തുമ്പോഴത്തേക്ക് വേവ് ലെങ്ത് കൂടും മുകളിലത്തെ പൾസ് താഴെ എത്തുമ്പോൾ എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് ചെക്ക് ചെയ്യണം. ദ വെലോസിറ്റി ഓഫ് എനി പൾസ് എലോങ് ദ റോപ്പ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്. വേവ് ലെങ്തിനും ഫ്രീക്വൻസിക്കും ഇൻഡിപെൻഡന്റ് ആണ് വെലോസിറ്റി എന്ന് പറയുന്നു. അപ്പോൾ ഓരോ ഓപ്ഷനും എടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഞാനൊരു കാര്യം ചെയ്യുന്നു, ഈ റോപ്പിന്റെ ബോട്ടം മോസ്റ്റ് പോയിന്റ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് കരുതുന്നു. ടോപ്പ് മോസ്റ്റ് പോയിന്റ് എക്സ് ഈസ് ഈക്വൽ ടു എൽ, വേർ എൽ ഇസ് ദ ലെങ്ത് ഓഫ് ദ റോപ്പ്. ആൻഡ് ഒരു ആർബിട്രറി പോയിന്റ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഈ ആർബിട്രറി പോയിന്റിലെ ടെൻഷൻ എത്ര, ആ പോയിന്റിലെ വെലോസിറ്റി എത്ര, പൾസിന്റെ വെലോസിറ്റി എത്ര, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ടെൻഷൻ അറ്റ് ആർബിട്രറി പോയിന്റ് എക്സ് എന്ന് പറയുന്നത് ഈ പോയിന്റ് താഴെയുള്ള വെയിറ്റ് ഇല്ലേ, ആ പോയിന്റ് താഴെ എന്തിട്ടാൻ വെയിറ്റ് ഉണ്ട്, എം ജി ഉണ്ട്, ക്യാപിറ്റൽ ലെറ്റർ എം ജി. അതുപോലെ അതിന്റെ താഴെ എത്രമാത്രം റോപ്പ് ഉണ്ടോ അതിന്റെ വെയിറ്റും. ഇതിന്റെ മാസ് പെർ യൂണിറ്റ് ലെങ്ത് മ്യൂ ആണ്, ലെങ്ത് എക്സ് ആണ്. അപ്പൊ അതിന്റെ മാസ് എന്ന് പറഞ്ഞാൽ മ്യൂ എക്സ് ആണ്. ഇൻറ്റു ജി ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് കിട്ടി. അപ്പം മ്യൂ എക്സ് ഇൻറ്റു ജി ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് കിട്ടി. അങ്ങനെ ടെൻഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി വെലോസിറ്റി, ടെൻഷൻ അറിയാവുന്നതുകൊണ്ട് വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. വെലോസിറ്റി അറ്റ് ദ പോയിന്റ് എക്സ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദാറ്റ്, റൂട്ട് ടെൻഷൻ അറ്റ് എക്സ് ഡിവൈഡഡ് ബൈ മാസ് പെർ യൂണിറ്റ് ലെങ്ത് റൂട്ട് ടി ബൈ മ്യൂ. നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ്. അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ലുക്ക് ഹിയർ, ജി കോമൺ ഔട്ട് ചെയ്യുകയാണെങ്കിൽ എം പ്ലസ് മ്യൂ എക്സ് ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ മ്യൂ എന്ന് വന്നു. ഇനി നോക്കിയേ, ഈ വെലോസിറ്റി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ എക്സ്. ഓക്കെ, മ്യൂ ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നുണ്ട്. വെലോസിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, ടെൻഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, ദെർഫോർ വെലോസിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന പൾസിലും താഴെ നിന്ന് മുകളിലോട്ട് പോകുന്ന പൾസിനും ഓക്കെ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റിൽ എത്തിയാൽ രണ്ടിനും ഒരേ വെലോസിറ്റി ആയിരിക്കും, രണ്ടിനും ഒരേ സ്പീഡ് ആയിരിക്കും. വെലോസിറ്റി ഡിഫറെന്റ് ആയിരിക്കും, കാരണം ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തേത് നമുക്ക് നോക്കാം. ടൈം ടി എ ഒ ഈസ് ഈക്വൽ ടു ടി ഒ എ എന്ന് പറയുന്നത് സെയിം ആണ്. ബിക്കോസ് ഏത് പോയിന്റ് എടുത്താലും രണ്ട് പൾസിന്റെ വെലോസിറ്റി ആ പോയിന്റ് ക്രോസ് ചെയ്യുമ്പോൾ സെയിം ആണ്. അതുകൊണ്ട് മുകളിലത്തെ പൾസ് താഴെ എത്താനും, സി ദിസ് പൾസ് താഴെ എത്താനും താഴത്തെ പൾസ് മുകളിലെത്താനും ഒരേ സമയം എടുക്കുന്നു എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. ദ വെലോസിറ്റി ഓഫ് ദ ടു പൾസ് ഈ സെയിം അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് ദ റോപ്പ്. സ്പീഡ് സെയിം ആവും, രണ്ടിനും ഒരേ സ്പീഡായിരിക്കും. പക്ഷേ രണ്ടിൻ്റെ ഡയറക്ഷൻ നോക്കൂ. മുകളിലത്തെ പൾസ് താഴേക്കാണ് ട്രാവൽ ചെയ്യുന്നത്, താഴത്തെ പൾസ് മുകളിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. രണ്ടും ഒരേ സ്പീഡിലാണ് ക്രോസ് ചെയ്യുന്നത്, ഒരേ സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വെലോസിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വെലോസിറ്റി എന്ന് പറയുന്നതുകൊണ്ട് ഡയറക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് വെലോസിറ്റി സെയിം ആണെന്ന് പറയാൻ പറ്റില്ല, സ്പീഡ് സെയിം ആണെന്നേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഓപ്ഷൻ ബി റോങ് ആണ്. ഇനി നോക്കിയേ, വേവ് ലെങ്ത് ഓഫ് ദ പൾസ് 1 ബിക്കംസ് ലോങ്ങർ വെൻ ഇറ്റ് റീച്ചസ് എ. വേവ് ലെങ്തിന് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. വേവ് ലെങ്ത് എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ വേവ് ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി ആണ്, ഫ്രീക്വൻസി മ്യൂ. ഇനി വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റൂട്ട് ടി ബൈ മ്യൂ ആണല്ലോ. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ ന്യൂ ഇൻറ്റു റൂട്ട് ടി ടെൻഷൻ ഡിവൈഡഡ് ബൈ മ്യൂ. മ്യൂ ഇസ് ദ മാസ് പെർ യൂണിറ്റ് ലെങ്ത്. നോക്കിയാൽ താഴേക്ക് വരുമ്പോൾ എയിൽ ടെൻഷൻ ഏറ്റവും കുറവാണെന്ന് നമുക്കറിയാം. ടെൻഷൻ ഈസ് ലീസ്റ്റ് അറ്റ് എ.
ടെൻഷൻ ലീസ്റ്റ് അറ്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ലീസ്റ്റ് അറ്റ് എന്ന അർത്ഥം. വെലോസിറ്റി ലീസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ലീസ്റ്റ് ആണെന്നാണ്. ഫ്രീക്വൻസിക്ക് മാറ്റമില്ല. മുകളിലാണെങ്കിലും താഴെയാണെങ്കിലും നമ്പർ ഓഫ് സൈക്കിൾസ് പ്രൊഡ്യൂസ് പെർ സെക്കൻഡ് എന്ത് സംഭവിക്കില്ല, മാറില്ല. എന്ന് പറഞ്ഞാൽ ഒരു വേവ് ഒരു മീഡിയത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി അറ്റ് എനി പോയിന്റ് സെയിം ആയിരിക്കും, വേവ് ലെങ്തിനും വെലോസിറ്റിക്കുമായിരിക്കും മാറ്റം വരുന്നത്. അപ്പം നമ്മൾ എങ്ങനെ എഴുതണമെന്ന് ചോദിച്ചാൽ അറ്റ് ഒ അല്ല, അറ്റ് എ എന്ന് പറയുന്ന പോയിന്റിൽ ടെൻഷൻ ഈസ് വാട്ട്, മിനിമം ആണ്. ടെൻഷൻ മിനിമം ആയിട്ട് വെലോസിറ്റി മിനിമം ആയിരിക്കും. അതുകൊണ്ട് വേവ് ലെങ്ത് എന്തായിരിക്കും, വേവ് ലെങ്തും മിനിമം ആയിരിക്കും. അപ്പം മുകളിലത്തെ പൾസ് താഴെ എത്തുമ്പം അതിന്റെ വേവ് ലെങ്ത് ഷ്രിങ്ക് ചെയ്യും, കുറയും. മുകളിലത്തെ പൾസ് താഴെ എത്തുമ്പോൾ കാരണം എന്താണ്, കാരണം ടെൻഷൻ കുറയുന്നുണ്ട്. അപ്പൊ താഴത്തെ പൾസ് മുകളിലെത്തുമ്പോഴോ അതിന്റെ വേവ് ലെങ്ത് കൂടും. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കി, വേവ് ലെങ്ത് ഓഫ് ദ പൾസ് ബിക്കം ലോങ്ങർ എന്ന് പറയുന്നത് തെറ്റാണ്. വേവ് ലെങ്ത് ഓഫ് ദ പൾസ് 1 ബിക്കം ഷോർട്ടർ ആസ് ഇറ്റ് ഗോസ് ഡൗൺ. ദ വെലോസിറ്റി ഓഫ്, ഇനി അടുത്തത് ഡി നോക്കാം നമുക്ക്. ദ വെലോസിറ്റി ഓഫ് എനി പൾസ് എലോങ് ദ റോപ്പ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്. ഓഫ് കോഴ്സ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ നിങ്ങൾ നോക്കൂ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ മീഡിയം. ഓക്കെ, it depends only mass per unit length, hanging mass and such things. It does not depends on wavelength and frequency. Wavelength frequency ആയിട്ട് ബന്ധമില്ല വെലോസിറ്റിക്ക്. It depends on the characteristics of the medium. Okay, so velocity of any pulse on the rope is independent of its frequency and wavelength എന്ന് പറയുന്നത് എന്താണ്, ശരിയാണ്. അപ്പം ഈ ക്വസ്റ്റ്യനിൽ 2 ഓപ്ഷൻസ് ആണ് ശരി. ഏതൊക്കെയാണ്, എയും ഡിയും. ഇത് ആക്ച്വലി ഈ വേവ് പൾസിന് എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. നോക്കി, മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന വേവ് പൾസ് നോക്കൂ. ഈ വേവ് പൾസ് താഴേക്ക് വരുന്നതോറും എന്ത് സംഭവിക്കും, അതിന്റെ സ്പീഡ് കുറഞ്ഞു വരും. സ്പീഡ് കുറഞ്ഞു വരും എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് കുറഞ്ഞു വരും മുകളിൽ നിന്ന് താഴേക്ക് പോകുന്നതോറും. ഓക്കെ, കാരണം എന്താണ്, ടെൻഷൻ കുറയുകയാണ്. ടെൻഷൻ കുറയുമ്പോൾ സ്പീഡ് കുറയും, വേവ് ലെങ്ത് കുറയും. അതുപോലെ താഴെയിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന വേവ് പൾസ്, ഈ വേവ് പൾസിന് എന്ത് സംഭവിക്കും, മുകളിലോട്ട് പോകുന്നതോറും ടെൻഷൻ കൂടുന്നു എന്ന് പറഞ്ഞാൽ എന്താ, വെലോസിറ്റി കൂടുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, വേവ് ലെങ്ത് കൂടുന്നു, ഫ്രീക്വൻസിക്ക് മാറ്റമില്ല എന്ന് നമുക്കറിയാം. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി വാട്ട് ഹാപ്പൻസ്. അപ്പോൾ ഇതിലുള്ള കറക്റ്റ് ഓപ്ഷൻസ് നമുക്കൊന്ന് ടിക്ക് ചെയ്യാം. ടൈം ടേക്കൺ ബൈ ബോത്ത് പൾസ് സെയിം എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. വെലോസിറ്റി ആർ സെയിം അറ്റ് ദ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് തെറ്റാണ്. സ്പീഡ് സെയിം ആണ്, വെലോസിറ്റി സെയിം അല്ല. വേവ് പൾസ് ബിക്കം ലോങ്ങർ എന്ന് പറയുന്നത് തെറ്റാണ്. ഷോർട്ടർ ആകും താഴേക്ക് വരുമ്പോൾ, മുകളിലത്തെ പൾസ് താഴെ എത്തുമ്പോൾ ഷോർട്ടർ ആകും, നമുക്കറിയാം. വെലോസിറ്റി ഇൻഡിപെൻഡന്റ് ഓഫ് വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ശരിയാണ്. ബിക്കോസ് വെലോസിറ്റി ഇസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ മീഡിയം, നോട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ വേവ്. താങ്ക് യു.